അതൊക്കെ കടന്നുപോയ നിമിഷങ്ങൾ. എന്നാൽ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കാൻ നാം ആഗ്രഹിക്കുമ്പോൾ ഒരു പുതുവർഷ ആശംസകൾ അഡ്വാൻസ്ഡായിട്ട് കരമനയിലുള്ള പ്രിയപ്പെട്ടവർക്ക് നേർന്നുകൊണ്ട് ചില യാഥാർത്ഥ്യങ്ങൾ നിങ്ങളുടെ പരമാർത്ഥ മനസ്സാക്ഷിയിലേക്ക് കൈമാറി എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു ക്രിസ്തുമസ് പുലരി കൂടി പൂവണിഞ്ഞിരിക്കുമ്പോൾ ഇന്നേക്ക് 2025 പരം വർഷങ്ങൾക്ക് പുറകിൽ ലോകൈക രക്ഷകനായി യേശു ക്രിസ്തു ബേത്ലഹേമിൽ ജനിച്ചതിൻ്റെ സ്മരണ ലോകമെങ്ങും നെഞ്ചിലേറ്റുമ്പോൾ ആ ഒരു സന്തോഷത്തോടെ കരമനയിലുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അഭിസംബോധന ചെയ്യുമ്പോൾ, പ്രിയപ്പെട്ടവരെ, സകല പ്രവചനങ്ങളുടെയും നിവർത്തീകരണം എന്ന് തന്നെ ഇന്നേക്ക് 2025 പരം വർഷങ്ങൾക്ക് പുറകിൽ ലോകൈക രക്ഷകനായ യേശു ബേത്ലഹേമിൽ ജനിച്ചു. അവിടുന്ന് ബേത്ലഹേമിൽ ഭൂജാതനായപ്പോൾ ദാരിദ്ര്യത്തിന്റെ മടിത്തട്ടിൽ നിസ്സഹായതയുടെ താഴ്വരയിൽ ബേത്ലഹേമിന്റെ മന്ദമാരുതന്റെ തഴുകലേറ്റ് തണുത്തുറഞ്ഞ അന്തരീക്ഷത്തിൽ തൂമഞ്ഞൻ കണങ്ങൾ പെയ്തിറങ്ങുന്ന നിലാവുള്ള സന്ധ്യയിൽ അജപാലകരുടെ അടുക്കലേക്ക് ഇറങ്ങി വന്ന ദൂതന്മാർ പറഞ്ഞു, സർവജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. എന്നാൽ ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്കായി ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. അപ്പോൾ ദൂതന്മാർ ഇറങ്ങി വന്നിട്ട് അവർ പറഞ്ഞത് ഇങ്ങനെ വാക്കുകൾ: സർവജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം. ജാതിമത വർഗവർണ്ണ ഭാഷ വംശവ്യത്യാസമില്ലാതെ അഖിലകോണിലുള്ള അഖിലകോടി ജനശാസ്ത്രങ്ങൾക്ക് മഹാസന്തോഷം. അതാണ് ക്രിസ്തുവിന്റെ ജന്മമെന്ന് മാലാഖമാർ പ്രഖ്യാപിച്ചു. അതേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, അവിടെ മാലാഖമാർ പറഞ്ഞത് ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്കായി ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. അപ്പോൾ ദൂതന്മാർ പറഞ്ഞത് ക്രിസ്തു എന്ന രക്ഷിതാവ്. അവിടുന്ന് രക്ഷിതാവാണ്, രക്ഷകനാണ്. ആരാണ് യേശു ക്രിസ്തു എന്ന ചോദ്യത്തിന് ദൈവം തന്നെ മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചതാണ് യേശു ക്രിസ്തു. നസറേത്തിലെ കന്യകയായ മറിയയുടെ യുദ്ധനം കടമെടുത്തുകൊണ്ട് ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിക്കുന്നത് പോലെ, എന്നാൽ മനുഷ്യനാൽ അവൻ ഉരുവായി എന്നല്ല, പരിശുദ്ധാത്മാവിനാൽ മറിയുടെ യുദ്ധനത്തിൽ അവൻ ഉരുവായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മറിയോടും ദൂതന്മാർ പറഞ്ഞത് അവൻ രക്ഷകനാണ്. മറിയ വിവാഹം കഴിക്കാൻ യോസഫിനോട് ദൂതന്മാർ പറഞ്ഞത് ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവന് യേശു എന്ന് പേർ വിളിക്കുന്നു. അവൻ യേശു രക്ഷകനെന്ന് ദൂതന്മാർ വളരെ അലംഘനീയമായി പ്രഖ്യാപിച്ച പ്രഖ്യാപനം അജപാലകരോടും അവർ ആവർത്തിച്ചു: ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്കായി ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. മനുഷ്യമക്കളെ, അവരവനെ കാണുവാൻ ചെന്നപ്പോൾ അവിടെ അടയാളമായി പറഞ്ഞത് കാലിത്തൊഴുത്തിലും പുൽത്തൊട്ടിലിൽ ശീലകളാൽ പൊതിയപ്പെട്ട് കിടത്തിയിരിക്കുന്ന യേശു എന്ന ആ ദൈവ പൈതൽ. എന്നെ കേൾക്കുന്ന കരമനയിലുള്ള പ്രിയപ്പെട്ടവരെ, ശാന്തമായി ഒരുപക്ഷെ നിങ്ങൾ കടകളിലോ വഴിയോരങ്ങളിൽ നിന്നുകൊണ്ട് ഈ സന്ദേശം ശ്രദ്ധിക്കുമ്പോൾ, നവരത്ന നഖചിതമായ പുതിയ യെരൂശലേമിന്റെ നായകൻ, അണ്ടകടാകത്തിൽ ഒതുങ്ങാത്ത അഖിലാണ്ടത്തിന്റെ ഉടയവനും പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവുമായ മഹാദൈവം മനുഷ്യന്റെ പാപത്തിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് ഒരു പിച്ചു പൈതലായി മഹത്വം വെടിഞ്ഞ് താണഭൂതലത്തിലേക്ക് ഇറങ്ങി വന്നു. അവിടെ ഈ ഭൂമിയിൽ അവതരിച്ചത് മാനവകുലത്തിന്റെ പാപത്തിന്റെ രക്ഷ സാധ്യമാക്കാൻ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അവിടുത്തെ ജനനോദ്ദേശം അതായിരുന്നു. ബേത്ലഹേമിൽ ജനിച്ച നസറേത്തിൽ വളർന്നു, മാതാപിതാക്കന്മാർക്ക് കീഴ്പ്പെട്ടിരുന്നു. 30-ാമത്തെ വയസ്സിൽ സ്നാനമേറ്റു, പരസ്യ ശുശ്രൂഷകൾ ആരംഭിച്ചു. രോഗികളെ സൗഖ്യമാക്കി, വേദനിക്കുന്നവരെ ചേർത്ത് നിർത്തി, കരയുന്നവരുടെ കണ്ണുനീരൊപ്പി. അത്ഭുതങ്ങളും അടയാളങ്ങൾ വീര്യപ്രവൃത്തികളാൽ അത്ഭുതങ്ങളുടെ ശുശ്രൂഷ ചെയ്തു. ഒടുവിൽ താനിവിടെ അവതരിച്ചതിന്റെ ഉദ്ദേശം നിറവേറേണ്ടതിന്, സ്വർഗീയമായ പദ്ധതിയെ സാക്ഷാത്കരിക്കേണ്ടതിന് മനുഷ്യവർഗത്തിന്റെ പാപത്തെ ചുമന്നുകൊണ്ട് യേശു ക്രൂശിലേക്ക് കയറി. ശരീരമാസകരം
അടിയേറ്റുവാങ്ങപ്പെട്ടവനായി, ശരീരമടിച്ചു കീറപ്പെട്ടവനായി, കാൽക്കരങ്ങളിൽ കാരിരുമ്പാണി തറയ്ക്കപ്പെട്ടവനായി, തലയിൽ മുഖരിയുടെ ധാരിയായി, ശരീരമടിച്ചു കീറപ്പെട്ടവനായി ക്രൂശിൽ അവിടുന്ന് പിടഞ്ഞു മരിക്കുമ്പോൾ ഇതൊരു പകരപരിഹാര ബലിയാഗമായിരുന്നു. എന്തിന്? മനുഷ്യന്റെ പാപത്തിൽ നിന്ന് അവനെ രക്ഷിക്കേണ്ടതിന്. പാപം മനുഷ്യനെ തകർത്തു കളഞ്ഞപ്പോൾ, പാപം മനുഷ്യനെ കൊലപാതകനാക്കി മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ, പാപം മനുഷ്യനെ ലഹരിക്ക് അടിമയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, പാപം മനുഷ്യന്റെ ജീവിത ക്രമങ്ങളെ തകർത്തു കളഞ്ഞപ്പോൾ, പാപം മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളെ തെറ്റിച്ചു കളഞ്ഞപ്പോൾ, പാപം മനുഷ്യനെ പറുദീസയിൽ നിന്ന് നഷ്ടപ്പെടുത്തി കളഞ്ഞപ്പോൾ, പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞപ്പോൾ, പ്രിയരെ, ആ പാപമെന്ന പ്രശ്നം പരിഹരിച്ച് നഷ്ടപ്പെട്ട പറുദീസ മനുഷ്യനെ മടക്കി കൊടുക്കുവാൻ ഇഹത്തിലേക്ക് വന്ന യേശുവോ മനുഷ്യന്റെ ആ പാപത്തിന്റെ ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ട് നമുക്ക് പകരം അവിടുന്ന് മരിച്ചു. സ്നേഹിത, താങ്കളെ യേശു സ്നേഹിക്കുന്നു. ആർക്കും താങ്കളെ വേണ്ടെങ്കിലും യേശുവിന് താങ്കളെ ആവശ്യമുണ്ട്. ആരൊക്കെ തള്ളിക്കളഞ്ഞാലും അവിടുന്ന് തള്ളിക്കളയുന്നില്ല. ആര് താങ്കളെ ഒറ്റപ്പെടുത്തിയാലും യേശുവിന് നിങ്ങളെ തള്ളിക്കളയാൻ കഴിയില്ല. കാരണം നിങ്ങൾക്ക് വേണ്ടി മരിച്ച, നിങ്ങൾക്ക് വേണ്ടി അടിയേറ്റു വാങ്ങിയ, നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ട ആ നല്ല കർത്താവ്, ആ നല്ല സ്നേഹിതൻ, ആ സ്നേഹത്തിന്റെ സാന്നിധ്യം ഈ കരമനയിലും വ്യാപരിക്കുമ്പോൾ എന്റെ പ്രിയ ശ്രോതാവേ, പാപം വിതച്ച ആ നാശത്തിനകത്ത് നിങ്ങൾ ദുഃഖം അനുഭവിക്കുന്നു, വേദന അനുഭവിക്കുന്നു, കഷ്ടം അനുഭവിക്കുന്നെങ്കിൽ, പാപം വിതച്ച ശാപത്തിന്റെ തലമുറയ്ക്കകത്ത് ആ തലമുറയിലും പെൺതലമുറയിലും വാഴുന്ന ശാപക്കുരുക്കുകൾക്കകത്ത് അടിമപ്പെട്ട് ജീവിതം എന്തിനാണിങ്ങനെ, ഈശ്വര മരിച്ചാൽ മതി, ആത്മഹത്യക്ക് വേണ്ടി കൊതിച്ച് മുന്നോട്ടുള്ള പ്രയാണങ്ങൾ വേദനയോട് നിങ്ങൾ നിൽക്കുമ്പോൾ, നിങ്ങളുടെ പാപമെന്ന പ്രശ്നത്തെ പരിഹരിച്ച് സകല അടിസ്ഥാന പ്രശ്നങ്ങളെയും പരിഹരിച്ച് പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ഈ യേശു ക്രിസ്തുവിലേക്ക് നിങ്ങളുടെ ഹൃദയം തുറക്കുന്നു. താങ്കൾ ആരുമായിക്കൊള്ളട്ടെ, ഇനിയൊരു അവസരം ലഭിച്ചില്ലെന്ന് വരാം. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ ലഭ്യമാകുന്ന ഒരു നല്ല അവസരമാണ്. ഒരു നിമിഷം യേശുവേ, അങ്ങന്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഈ നിമിഷം മുതൽ താങ്കളിൽ ഒരു വലിയ മാറ്റം, താങ്കളുടെ പാപമെത്ര കടുംചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിച്ച് താങ്കളെ പുറത്തു കൊണ്ടുവരാൻ ഈ ക്രിസ്തുവിന് കഴിയും. ഈ ക്രിസ്തുവിനെ കരമനയിലെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾക്ക് അവസാനം കുത്തിടുമ്പോൾ, ഇവിടെയുള്ള പട്ടണം, ഈ വ്യാപാരി സുഹൃത്തുക്കൾ, ഇവിടെയുള്ള ആ ഡ്രൈവേഴ്സ് സുഹൃത്തുക്കൾ, ഈ പട്ടണം മുഴുവൻ അനുഗ്രഹിക്കപ്പെടട്ടെ, മേൽക്കുമേൽ ഇനിയും പുരോഗതി ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചും ആശംസിച്ചുകൊണ്ട് ഒരു പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. രക്ഷ യേശു ക്രിസ്തുവിൽ.